നിതാസ് ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഒരു കുടം ബുദ്ധി. അക്ബർ ചക്രവർത്തിയുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്ന ബീർബൽ ഒരിക്കൽ റാണിമാരിൽ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ബന്ധുവിനെ പ്രധാന ഉപദേഷ്ടാവാക്കി. അയാളുമായി യോജിച്ചു പോകാൻ സാധിക്കാതിരുന്ന ബീർബൽ അവിടെ നിൽക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കി മറ്റൊരു ദേശത്തേക്ക് പോവുകയും ചെയ്തു. ബീർബലിന്റെ അസാന്നിധ്യം രാജാവിനെ അസ്വസ്ഥനാക്കി. ബീർബലിനെ തിരികെ കൊണ്ടുവരുന്നതിനെ പറ്റിയായി പിന്നെ അദ്ദേഹത്തിന്റെ ആലോചന. ബീർബൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ എന്തെങ്കിലും ഒരു ബുദ്ധിപരമായ നീക്കം വേണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു. ഇതിൻ പ്രകാരം അദ്ദേഹം എല്ലാ നാട്ടുരാജാക്കന്മാർക്കും ഒരു സന്ദേശം കൊടുത്തുവിട്ടു. 3 ആഴ്ചക്കകം ഒരു ബുദ്ധിക്കുടം കൊടുത്തുവിടണമെന്നതായിരുന്നു സന്ദേശം. എന്ത് ബുദ്ധിക്കുടമോ? എല്ലാവരും അതിശയപ്പെട്ടു. ആശയക്കുഴപ്പത്തിലായ നാട്ടുരാജാക്കന്മാർ ആലോചനയിലായി. ബീർബൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ദേശത്തിലെ രാജാവും ഇതറിഞ്ഞു. അദ്ദേഹം ഉടനെ ബീർബലിനെ വിളിച്ചു വരുത്തുകയും ഉപായം അന്വേഷിക്കുകയും ചെയ്തു. കുറച്ചൊരു ആലോചനയ്ക്ക് ശേഷം ബീർബൽ ഒരു പച്ചക്കറി തോട്ടത്തിലേക്ക് പോവുകയും മത്തൻ വള്ളിയിലെ ഒരു ചെറിയ മത്തൻ ഒരു കുടത്തിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മത്തൻ കുടത്തിനകത്തിരുന്ന് കുടത്തോളം വലുതായി. ഇത് കണ്ട ബീർബൽ മത്തൻ ഉടനെ വള്ളിയിൽ നിന്ന് വിടുവിച്ച് കുടത്തോടെ നാട്ടുരാജാവിനെ ഏൽപ്പിച്ചു. കൂടാതെ കുടം പൊട്ടാതെ കുടത്തിനകത്തിരിക്കുന്ന ബുദ്ധിയെ എടുക്കണമെന്നും പറഞ്ഞേൽപ്പിച്ചു. ഇത് കണ്ട് അതിശയിച്ച നാട്ടുരാജാവ് ഉടനെ അക്ബറിന്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും ഈ ഒരു കുടം ബുദ്ധി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് കണ്ട ചക്രവർത്തിക്ക് ബുദ്ധിക്കൂടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരുടെ ബുദ്ധിയാണെന്നതിന് ഒരു സംശയവുമില്ലായിരുന്നു. അദ്ദേഹം ഉടനെ ബീർബലിനെ കൂട്ടിക്കൊണ്ടുവരികയും പ്രധാന ഉപദേഷ്ടാവാക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ കഥകൾ കേൾക്കാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.